ഹലോ എവരി വൺ. ദേ നല്ല ആഗോലി ഹോൾ ഫിഷ് ഗ്രില്ല് ചെയ്തതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. നല്ല അധികം മസാലാസ് ഒന്നും ഇല്ലാതെ ഫിഷിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഹോൾ ഗ്രിൽ ഫിഷ്. ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഫിഷ് ഗ്രില്ല് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതായത് നമുക്ക് ഈസ്റ്ററിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഗ്രില്ല്. ഞാനൊരു ആഗോലിയാണ് എടുത്തേക്കുന്നത്, കറുത്ത ആഗോലി. അപ്പോൾ അതിന് ഞാൻ ഒരു ബൗളിൽ ഒരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാൻ കുറച്ച് ഉപ്പ് ഫിഷിൽ പരട്ടിയിട്ടുണ്ട്, അതാണിപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്തു. പിന്നെ ചില്ലി ഫ്ലേക്സ് നമുക്കിപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് നോക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. പിന്നെ ഇതിന് കുറച്ച് നാരങ്ങാനീരും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഇതൊന്ന് ഫിഷിൽ പരട്ടി ഒരു 1 അവർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു സാലഡും കൂടെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ഡിന്നറായി. അപ്പോൾ എപ്പോഴും സെയിം പോലെ ഫിഷ് പൊരിച്ച് കഴിക്കുന്നതിന് പകരം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടവും അതിൻ്റെ ആ ഫിഷിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അധികം മസാലാസ് ഒന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. എല്ലാം ഒന്ന് മാരിനേഷൻ ഒന്ന് പിടിപ്പിക്കണം. അപ്പോഴാണ് ഫിഷിൻ്റെ അകത്തുമൊക്കെ ആ മാരിനേഷൻ പിടിക്കുകയുള്ളൂ. ആ വയറിൻ്റെ ഭാഗത്തുമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് 1 അവർ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് പുറത്ത് തന്നെ, ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. 1 അവറിൽ കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫ്രിഡ്ജിൽ എടുത്ത് ഇതുപോലെ വെച്ചിട്ട് ആ സമയമാകുമ്പോൾ എടുത്ത് ഗ്രില്ല് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ആ ട്രേയുടെ അടിയിൽ കുറച്ച് പൊട്ടറ്റോസ്, വെറും മുഴുവനെ പൊട്ടറ്റോസ് വട്ടത്തിലൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് ആ മീനിൽ മീൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മീൻ കുക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ നമുക്ക് പൊട്ടറ്റോയും കുക്കായി കിട്ടും, നല്ല റോസ്റ്റ് ചെയ്ത് കിട്ടും ആ മസാലയിലൊക്കെ ഇരുന്നിട്ട്. ഇപ്പം ഞാനിനി ഇപ്പോൾ ഇവിടെ ഓവൻ 200 ഡിഗ്രീസ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫിഷിനെ അതിനകത്ത് വെച്ച് ഗ്രില്ല് ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നല്ല ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് 180 ആക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ 30 to 45 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ആഗോലി ഈസ്റ്റർ സ്പെഷ്യൽ ആഗോലി ഗ്രില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇത് ഞാനിപ്പോൾ ഓവനിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ട്. ഇതേ ഇപ്പം ഞാൻ ആ ഫിഷിനെ ഒന്ന് കാണിച്ചു തരാൻ കണ്ടോ, അങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട് മുകൾ ഭാഗമൊക്കെ. ഇനി ഇത് കുറച്ച് നേരം കൂടെ എടുക്കും ഒന്ന് കുക്കായി വരാനായിട്ട്. നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ആ ചൂടോട് കൂടി തന്നെ നമ്മളിതിനകത്ത് മാരിനേറ്റ് ചെയ്ത ആ ഓയിൽ വിത്ത് ഗാർലിക്കും ആ ലെമൺ ജ്യൂസും എല്ലാം കൂടെ ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ ചൂടോടെ തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ പെർഫെക്റ്റ് ഫ്ലേവേഴ്സൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടാകും. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം.